അതുപോലെ തന്നെ ഈ കാണുന്നത് സാധനം. ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ഇവിടെ ന്യൂ കാസ്റ്റിലുള്ള ഗ്രേഞ്ചർ മാർക്കറ്റിലാണ് കേട്ടോ. അവിടെ കുറേ ഫ്രഷ് ഫിഷും അതേപോലെ തന്നെ മീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ചീപ്പാണെന്നാണ് പൊതുവേ പറഞ്ഞു കേട്ടത്. ഞങ്ങൾ 2-3 തവണ പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ഇങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് കണ്ടിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ എന്തൊക്കെയുള്ളതെന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തുകൂടെ ഈ വീഡിയോയിലൂടെ. കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയുള്ളതെന്ന് പോയി കാണാം. ഹരി, എവിടെ പോവാ? നമ്മൾ മീമി വാങ്ങാൻ പോവുകയാണോ? ആണോ? കൊച്ചു നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണേ. കുറേ നാൾക്ക് ശേഷമാണ് അവനെയും കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങൽ ഇപ്പോൾ കുറവാണ്. ഈ കാണുന്നത് കേട്ടോ ന്യൂ കാസ്റ്റിൽ സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. കണ്ടോ, നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഗ്രേഞ്ചറിൻ്റെ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങളെ കുറച്ചുകൂടി വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ന് മാച്ച് എന്തോ നടപ്പുണ്ടെന്ന് തോന്നുന്നു. കാരണം ആൾക്കാരൊക്കെ ഇവിടെ ജേഴ്സി ഒക്കെ ഇട്ട് നിൽപ്പുണ്ട് കുറേ പേര്. സംഭവിക്കേണ്ട വേറെ ഒന്നുമല്ല കേട്ടോ. ഈ വർഷത്തെ 2025 വിന്നേഴ്സ് ആണ് കേട്ടോ ന്യൂ കാസ്റ്റിൽ ടീം. ലിവർപൂളായിട്ടുള്ള മാച്ചിൽ 1-2 അവർ വിൻ ചെയ്തത് കറാബോ കപ്പ്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഫാൻസ് അവിടെ കൂടി നിന്നതും അതേപോലെ തന്നെ ടീമംഗങ്ങൾ ട്രോഫി ആയിട്ട് ഇവിടെ മൊത്തം ഇങ്ങനെ റൗണ്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതെ, റാലി പോലെ. അപ്പോൾ അതിനു വേണ്ടിയാണ് അവിടെ ആരാധകരൊക്കെ വന്ന് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല, ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോണ വഴിക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണാം. കാരണം അധികം നേരം ഇവനായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ശബ്ദമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളപ്പോൾ ഏകദേശം ഗ്രേഞ്ചർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. നമ്മളെങ്ങനെ ഗ്രേഞ്ചർ മാർക്കറ്റിലേക്ക് കയറി ഗൈസ്. ഇത് കാണല്ലേ, ഈ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ആണ് കേട്ടോ. ഹണി സ്വീറ്റഡ് പ്ലംസ് ആണ് കേട്ടോ. ഇത് 1.50 പൗണ്ട്സിനാണ് ഇത് സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രേപ്സും മാംഗോസും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് സ്ട്രോബെറി ഒക്കെ ഇത് ഫ്രഷ് സ്ട്രോബെറി കേട്ടോ. 99 പെൻസേ ഉള്ളൂ ഇതിന്. ബീട്രൂട്ടൊക്കെ നോക്കിയാൽ ഇതും സംഭവം 99 പെൻസേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ബീട്രൂട്ട് മിക്കത് ഇതേപോലെ ചെറുതാട്ടോ നമുക്ക് കിട്ടണത്. അതുപോലെ തന്നെ കുറേ ഫ്രഷ് വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. മിക്കതും ചീപ്പ് റേറ്റിനാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക്. ഉണ്ടോ? നമ്മൾ അതേപോലെ തന്നെ ഫിഷിൻ്റെ സൈഡിലേക്ക് വന്നിട്ടോ. ഇവിടെ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂണ സ്റ്റീക്കൊക്കെ ഉണ്ട് കേട്ടോ. 12.50 LBക്ക്. അതുപോലെ തന്നെ കിങ് പ്രോൺസും 4.50 കേട്ടോ ഇത് പ്രൈസ് വരുന്നത്. ലാർജ് സീബാസിന് 580 കേട്ടോ LB വന്നത്. കിലോ 12.70. ഇതെന്തോ സംഭവം ചെയ്യത്തില്ല. ഈ മീനൊക്കെ ഉണ്ടോ? റെഡ് മുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാട്ടോ ഈ കാണുന്നത്. സീബ്രീമൊക്കെ നല്ല വലിയ സീബ്രീമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഫിഷിൻ്റെ മുട്ട ഉണ്ടോ? ഒരു വലിയ ഫിഷിൻ്റെ മുട്ട ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഈ സംഭവം ഓയിസ്റ്റർ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, ഫ്രഷ് ലൈവായിട്ടുള്ളത്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓയിസ്റ്റർ ഇവിടെ ട്രൈ ചെയ്യാൻ പോകട്ടെ, എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ മെയിനായിട്ട് സാൽമൻ്റെ ഹെഡ് വാങ്ങുന്നു, അതുപോലെ തന്നെ ഓയിസ്റ്റർ ട്രൈ ചെയ്യാനും വേണ്ടി കേട്ടോ ഫിഷ് മാർക്കറ്റിൽ വന്നേക്കുന്നത്. സംഭവം കുറച്ച് പുളി പോലെ ഉണ്ടാവുമെന്ന് നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് തന്നെ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സംഭവം ഇപ്പോൾ ഇതാട്ടോ. അതെ, ഈ കാണുന്നത് സാധനം. താങ്ക് യു. എങ്ങനെയുണ്ടെന്നുള്ളത് എവിടെ
എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാട്ടോ. ആദ്യം കഴിച്ചപ്പോൾ ഒരു അറപ്പ് പോലെ തോന്നിയെങ്കിലും പക്ഷേ കുഴപ്പമില്ല. നല്ല അത്യാവശ്യം ഇച്ചിരി മറ്റേ ലെമൺ ജ്യൂസൊക്കെ ഒഴിക്കണോണ്ട് തന്നെ ഇച്ചിരി പുളിപ്പുണ്ട്. പിന്നെ ഓൾറെഡി അതിന് പുളിപ്പുണ്ടാവും, അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ കുറച്ച് ചവച്ചിറക്കുമ്പോഴുള്ളൊരു ആ ഒരു മീറ്റിൻ്റെ ഫ്ലേവർ ഇച്ചിരി വരും, എന്നാലും കുഴപ്പമില്ല. എനിക്കിഷ്ടമായിട്ടോ സംഭവം, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അത് ട്രൈ ചെയ്തു. നമുക്കിനി ഇവിടുത്തെ മാർക്കറ്റിൽ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ ഫ്രഷ് ചിക്കനും അതേപോലെ തന്നെ മസാല പറ്റിയ കുറേ ചിക്കനും പോർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ പോവുക, കുക്ക് ചെയ്യുക, അത്രയുള്ള പരിപാടിയില്ല. അതുപോലെ തന്നെ മസാല ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോന്നിൻ്റെ പ്രൈസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കണ കാണാൻ പറ്റും. പോർക്കായാലും ലാമ്പായാലും ചിക്കനായാലും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. തല കാണിച്ചില്ലേ, പുള്ളിക്ക് അത് അങ്ങോട്ട് ഇഷ്ടമായില്ല. അത്രയ്ക്ക് വീഡിയോ എടുത്ത് കാണിക്കണത് അതാ ഞങ്ങൾ പിന്നെ കൂടുതൽ കാണിക്കാൻ. ഇവിടെ ആൾക്കാർ കൊണ്ടുപോയി നമ്മുടെ ബൂംബാങ്ങിൻ്റെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഗ്രില്ലൊക്കെ ചെയ്ത് കഴിക്കാറുണ്ട് കേട്ടോ. സംഭവം ചുട്ടൊക്കെ കഴിക്കാറുണ്ട്. ഇവിടെ ഇതുപോലെ വഴിയരികിൽ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്നൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളായിരിക്കും. ഇവർ തന്നെ കൃഷി ചെയ്ത് വന്നതായിരിക്കും. ഉണ്ട് ഇവിടെ 2 എണ്ണത്തിന് 3 പൗണ്ടുള്ളൂ സ്ട്രോബെറിയൊക്കെ. ഇവർ തന്നെ ഫാം ചെയ്ത് സെയിൽ ചെയ്യണം കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം നിങ്ങളെ മാർക്കറ്റ് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓയിസ്റ്റർ കഴിക്കുന്നത് ലൈവായിട്ട് കഴിക്കുന്നതെന്ന് ട്രൈ ചെയ്യുന്നത് കാണിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സാൽമൻ്റെ ഹെഡ് വാങ്ങാനായിട്ട് ഞങ്ങൾ കുറേ നാളായിട്ട് നടക്കട്ടോ. കാരണം അവർ തന്നെ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു 2 മാസമായിട്ട് വന്നത് കുറവാണ്, സാധാരണ എപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ കറങ്ങി ഞങ്ങൾക്ക് അവസാനം ഒരു കടയിൽ നിന്ന് കിട്ടി സംഭവം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.